ഹലോ എവരി വൺ. സോ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചോദ്യത്തിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി നമുക്ക് പഠിക്കാം. സോ മക്കളെ, ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എ കപ്പാസിറ്റർ ഓഫ് 8 ഫാരഡ് ഈസ് കണക്റ്റഡ് ആസ് ഷോൺ, ചാർജ് ഓൺ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ. അതായത് ഇവിടെ നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കണം. ഈ ഫിഗർ നോക്ക്. ഇവിടെ ഒരു 5 വോൾട്ട് ബാറ്ററി ഉണ്ട്, അതിനോടൊരു 1 ഓം അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു 4 ഓം ഉണ്ട്. ഇതിന് മൊത്തത്തിൽ പാരലായിട്ട് ഒരു 8 ഫാരഡ് കപ്പാസിറ്ററും ഉണ്ട്, അതേപോലെ ഒരു 20 ഓം റെസിസ്റ്റൻസും ഉണ്ട്. ചോദിച്ചിരിക്കുന്നത് ഈ 8 ഫാരഡ് കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉണ്ടാവുക അല്ലെങ്കിൽ 8 ഫാരഡ് കപ്പാസിറ്റർ ഉണ്ടാവുന്ന ചാർജാണ്. ചാർജസ് ഓൺ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ചാർജ് കണ്ടുപിടിക്കാൻ കപ്പാസിറ്ററിന് മുകളിൽ ഉണ്ടാകുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ Q = CV അല്ലേ. വളരെ സിമ്പിൾ ഞാൻ ചോദിക്കുകയാണ്, Q = CV ആണ്. അപ്പോൾ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ Q = CV ആണ്. സിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 8 ആണ്. V തന്നിട്ടുണ്ടോ? ഇല്ല. V കണ്ടുപിടിക്കണം. എങ്ങനെ V കണ്ടുപിടിക്കും? ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ, എന്തൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അതായത് ഇത് ഏത് കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. സോ നോർമലി ഒന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യണം ഇതൊരു സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ്. എന്താണ് മക്കളെ? സ്റ്റഡി സ്റ്റേറ്റ്. ഈ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. അതായത് ചാർജ് ഫുള്ളായി കഴിയുക ചെയ്യുക. അതായത് ഈ കപ്പാസിറ്ററിൽ ചാർജ് ഫുള്ളാവും. ഈ കപ്പാസിറ്ററിൽ ചാർജ് ഫുള്ളായി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, അതിലൂടെ കറണ്ട് കടന്നു പോകുന്നില്ല. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓപ്പൺ സർക്യൂട്ടായിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും മക്കളെ. അപ്പോൾ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയർ ആണ്, ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറയുകയാണെ, നമുക്കറിയാം നോർമലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 100% ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കണക്ട് ചെയ്യുന്ന അതിലേക്ക് ചാർജ് പിന്നെ കയറുമോ? ഇല്ല. ചാർജ് ഫുള്ളായി എന്ന് പറയുന്നത് പിന്നെ അതിലേക്ക് ചാർജ് കയറില്ല. അപ്പോൾ ചാർജ് ഫുള്ളായ കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. കപ്പാസിറ്ററിൻ്റെ കേസിലേക്ക് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറയുകയാണ് ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, അതിന് അക്രോസ് ഒരു 4 ഓം പാരലായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു റെസിസ്റ്റർ ഇപ്പുറത്തുമുണ്ട് അല്ലേ, ഇപ്പുറത്തൊരു റെസിസ്റ്റർ ഉണ്ട്. ഒരു റെസിസ്റ്റർ ഉണ്ട്. ദെൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. സോ ഈ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഒന്നും കടന്നു പോകുന്നില്ല എന്നുള്ള സിറ്റുവേഷനായി. അപ്പോൾ നമുക്ക് വേണ്ടത് അതിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ മക്കളെ? അതായത് ഇതിൽ 5 വോൾട്ട് അല്ലേ, ഇതിൽ 1 ഓം ആണ്, ഇതിൽ 4 ഓം ആണ്. സോ ഇതിലൂടെ പോകുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. കറണ്ട് എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഈ കറണ്ട് ഈ 4 ഓമിലൂടെയും ഈ 1 ഓം എന്നുള്ള റെസിസ്റ്ററിലൂടെ അല്ലേ കറണ്ട് കടന്നു പോകുന്നത്. സോ ഈ കറണ്ട് കയറിയിട്ട് ഇതിലൂടെയും പോകും. ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ടോ? ഇല്ല. ഈ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ അതിലൂടെ കറണ്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I = V/, ഓംസ് ലോ പ്രകാരം V = R അല്ലേ. വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഹിയർ? കറണ്ട് ഇങ്ങനെ പോയി ഇതിലൂടെ ഇങ്ങനത്തെ അല്ലേ വരുന്നത്. അതായത് 4 ഓമും 1 ഓമും സീരീസ് കണക്ഷൻ അല്ലേ. 4ഉം 1ഉം സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 ഓം ആണ്. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ V എത്രയാണ്? 5 ആണ്. 5/5 ദാറ്റ് വിൽ ഗീവ് 1 ആംപിയർ എന്ന് കിട്ടും. എടാ മക്കളെ, ഇതിലൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ ആണ്. അപ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ ഈ 4 ആംപിയർ എന്നുള്ള ഈ 4 ഓം എന്നുള്ള റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ എന്താ? അതിലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു R അല്ലേ. അതിലൂടെ പോകുന്ന കറണ്ട് 1 അല്ലേ. 1 × R എന്ന് പറഞ്ഞാൽ മക്കളെ എത്രയാ? ഈ 4 ഓമിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 × 4 ദാറ്റ് വിൽ ഗീവ് 4 വോൾട്ട് തന്നെ കിട്ടും. സോ ഇതിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? 4 വോൾട്ട് ആണ്. ഇതിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 4 വോൾട്ട് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിന് മുകളിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ 20 ഓം എന്നുള്ള ഒരു റെസിസ്റ്ററും അവിടെ ഒരു 8 ഫാരഡ് എന്നുള്ള കപ്പാസിറ്ററും ഉള്ളത്. ഈ 4 വോൾട്ട് തന്നെയായിരിക്കും അതിന് പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ അക്രോസും എന്തായിരിക്കും മക്കളെ? ഇതിൻ്റെ അക്രോസ് വരിക എന്തായിരിക്കും? ആ 4 വോൾട്ട് തന്നെയായിരിക്കും. ഈ 4 വോൾട്ട് തന്നെയായിരിക്കും ഇതിൻ്റെ അക്രോസും വരിക. അതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? അതായത് സിംപ്ലി ഇൻ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ, അതായത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആണെങ്കിൽ കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. എങ്ങനെ പറഞ്ഞാൽ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് കടന്നു പോവില്ല. സോ നമ്മൾ പറയും ഇതിലൂടെ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയായിരിക്കും ഇതിന് അക്രോസും ഉണ്ടാവുക. മൊത്തത്തിൽ ഈ ഒരു റെസിസ്റ്ററിനും അതേപോലെ ഈ ഒരു കപ്പാസിറ്ററിൻ്റെയും അക്രോസ്, ഈ റെസിസ്റ്ററും അതേപോലെ കപ്പാസിറ്ററിൻ്റെയും അക്രോസ് 4 വോൾട്ട് ആണ് ഉണ്ടാവുക. എന്നാൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ്. ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ടോ? ഈ വയറിലൂടെ കറണ്ട് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ വയറിലൂടെ കറണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ 20 ഓമിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ? I × R ആണ്. 0 × 20 എത്രയാണ്? 0 തന്നെ. അപ്പോൾ 0 വോൾട്ട് ആയിരിക്കും ഇതിൻ്റെ അക്രോസ് ഉണ്ടാവുക.
20 ഓമിൻ്റെ അക്രോസ് എത്രയായിരിക്കും 0 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഈ 4 വോൾട്ട് കംപ്ലീറ്റ്ലി എവിടെയായിരിക്കും കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിരിക്കും. ആ 4 വോൾട്ട് കംപ്ലീറ്റ് എവിടെയായിരിക്കും കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിരിക്കും. സോ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 എന്ന് വരില്ലേ. സോ ഇവിടെ Q is equal to 8 into 4, that will give 32 കൂളോം കിട്ടും. The Q is equal to 8 into 4, the answer will be 32 കൂളോം എന്ന് നിങ്ങൾക്ക് കിട്ടും. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയോ? യെസ് ഇറ്റ് ഈസ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. അപ്പോൾ നമ്മളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റെഡി ആണെങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും അതേപോലെ തന്നെ അടുത്തൊരു കോൺസെപ്റ്റുമായി നമുക്ക് കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.